ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 1 ഹ്യൂമാനിസം അതിൻ്റെ പാർട്ട് 2 ആണ് ഇടുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇറ്റാലിയൻ സിറ്റിയെ വളരെയധികം എഫക്റ്റ് ചെയ്ത പ്ലാഗാണ് ബ്യൂബോണിക് പ്ലാഗ്. ഈ പ്ലാഗ് ബ്ലാക്ക് ഡെത്ത് എന്നുകൂടി അറിയപ്പെടുന്നു. കാരണം ഒരുപാട് ആളുകളുടെ, ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ അപഹരിച്ച ഒന്നായിരുന്നു ഈ മാരകമായ അസുഖം. അപ്പൊ ഇതെങ്ങനെ ഉണ്ടായി? 14ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലായിരുന്നു ഈ ഒരു അസുഖത്തിന്റെ പടർച്ച. എങ്ങനെയാണ് ഈ ബ്യൂബോണിക് പ്ലാഗ് ഉണ്ടായെന്ന് നോക്കാം. റാറ്റ് കാരീസ് പ്ലാഗ് ബാക്ടീരിയ. ഫ്ലീ ഡ്രിങ്ക്സ് റാറ്റ്സ് ബ്ലഡ്. ബാക്ടീരിയ മൾട്ടിപ്ലൈ ഇൻ ഫ്ലീസ് അബ്ഡോമൻ. ഫ്ലീ ബൈറ്റ്സ് ഹ്യൂമൻ. ഹ്യൂമൻ ഈസ് ഇൻഫെക്റ്റഡ്. ഇങ്ങനെയാണ് ഈ അസുഖം മനുഷ്യർക്ക് ബാധിച്ചത്. പ്ലാഗ് വന്നതോടുകൂടി ഇറ്റലിയിലുള്ള ജനങ്ങളുടെ എണ്ണം കുറഞ്ഞു. പ്രത്യേകിച്ചും കാർഷിക മേഖലയിലെ ജനങ്ങളുടെ എണ്ണം കുറയാൻ കാരണമായി. അതുവഴി തന്നെ അവിടെ ലേബറേഴ്സിൻ്റെ എണ്ണവും കുറഞ്ഞു. അപ്പോൾ കാർഷിക മേഖലയിൽ ലേബറേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞത് ഫ്യൂഡൽ സിസ്റ്റത്തെ തന്നെ വളരെയധികം ബാധിച്ചു. അത് ക്രമേണ ഇല്ലാതാവാനും പുതിയൊരു മിഡിൽ ക്ലാസ് ഉണ്ടാവാനും കാരണമായി. അപ്പോൾ പ്ലാഗിനെ വെല്ലുവിളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള മരുന്നുകൾ അവിടെ ഉണ്ടായിരുന്നില്ല. അത് പരാജയപ്പെട്ടപ്പോൾ അവർ റോമിലെയും ഗ്രീസിലെയും വൈദ്യശാസ്ത്രത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങി. അപ്പോൾ പ്ലാഗിൻ്റെ ഭീകരത മനുഷ്യനെ വേറൊരു കാര്യത്തിലേക്ക് കൂടെ നയിച്ചു. അതായത് ഈ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ കാലത്തേക്ക് മാത്രമേ ഉള്ളൂ എന്നും അത് അനിശ്ചിതമാണെന്നും ഇവിടെയുള്ള സുഖങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനും തങ്ങളെക്കുറിച്ച് തന്നെ കൂടുതൽ ചിന്തിക്കാനും ഇത് പ്രേരിപ്പിച്ചു. ഈ ഒരു കാര്യമാണ് ഹ്യൂമനിസത്തിലേക്ക് വഴി തുറന്നത്. ഇറ്റലിയിലെ സമ്പത്ത്, രാഷ്ട്രീയ സ്വാതന്ത്ര്യം, സാമൂഹിക ഐക്യം, പൊളിറ്റിക്കൽ ലിബർട്ടി ആൻഡ് സോഷ്യൽ യൂണിറ്റി ജനങ്ങളിൽ ഈ സിവിക് സെൻസും സെൽഫ് റെസ്പെക്റ്റും വളർത്തി. പ്രാചീന റോമാ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്ന ലോ ആൻഡ് ഓർഡർ, അതുപോലെ ഗവേണൻസ് തുടങ്ങിയ ആശയങ്ങൾ ഇറ്റലിയിൽ പ്രചരിച്ചു. പ്രാചീന റോമൻ നിയമങ്ങളിലും ആൻഷ്യൻ റോമൻ നിയമങ്ങളിലും ലാറ്റിൻ ഭാഷയിലും അറിവുണ്ടായിരുന്ന എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിഭാഗം കമേഴ്ഷ്യൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. അതിൻ്റെ ഫലമായി അവർ ആൻഷ്യൻ ലാംഗ്വേജ്, ലിറ്ററേച്ചർ, അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയവയിൽ കൂടുതൽ ഇൻട്രസ്റ്റ് അവർക്ക് ഉണ്ടായി. അങ്ങനെ ഓരോ നഗരവും കലയുടെയും സാഹിത്യത്തിൻ്റെയും കേന്ദ്രങ്ങളാകാൻ തുടങ്ങി. പ്രാചീന റോമ നഗരത്തിലെ ചിത്രങ്ങളും കയ്യെഴുത്ത് പ്രതികളും, അതായത് മാനുസ്ക്രിപ്റ്റും അതിൻ്റെ പല ചിത്രങ്ങളും, അതുപോലെ അവിടുത്തെ ആർക്കിടെക്ചറൽ റിമെയിൻസും അവ രാജാക്കന്മാരുടെയും ക്ലർജികളുടെയും, അതായത് പുരോഹിതന്മാരുടെയും നേതൃത്വത്തിൽ കണ്ടെടുത്ത് സംരക്ഷിക്കപ്പെട്ടു. അപ്പോൾ ഒരു രാജ്യത്തെ ജനങ്ങളുടെ പ്രീതി പിടിച്ചു പറ്റണം എന്നുണ്ടെങ്കിൽ യുദ്ധങ്ങളല്ല, അവർക്ക് വേണ്ടുന്ന ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അതിനേക്കാൾ നല്ല കാര്യം എന്താണ്? സാഹിത്യവും കലയും പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ ജനങ്ങളുടെ മനസ്സിൽ എന്നെന്നും നിലനിൽക്കുക എന്ന രാജാക്കന്മാരിലും ഉണ്ടാവാൻ തുടങ്ങി. ആൻഷ്യൻ റോമൻ സിവിലൈസേഷൻ്റെ നിയമങ്ങളും അതുപോലെ അവരുടെ ഭരണരീതികളും ഇറ്റാലിയൻ ജനത വളരെയധികം ഇഷ്ടപ്പെടുകയും അത് ഫോളോ ചെയ്യുകയും ചെയ്തു. അതുകൂടാതെ തന്നെ അവരുടെ മാനുസ്ക്രിപ്റ്റ്സും അതുപോലെ കെട്ടിടങ്ങളുമെല്ലാം രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും അതുപോലെ ക്ലർജികളുടെയും സഹായത്തോടു കൂടി കണ്ടെടുത്തത് സംരക്ഷിക്കുകയും ചെയ്തു. ഇതാണ് നമ്മൾ ആ പാരഗ്രാഫിൽ പഠിച്ചിട്ടുള്ളത്. 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ ആക്രമിച്ചു. അപ്പോൾ ഈ കോൺസ്റ്റാന്റിനോപ്പിളിലായിരുന്നു അന്നത്തെ പണ്ഡിതന്മാർ ജീവിച്ചിരുന്നത്. അപ്പോൾ ഈ പണ്ഡിതന്മാർ അവിടെ നിന്നും ഈ തുർക്കികളെ പേടിച്ചിട്ട് ഇറ്റലിയിലെ പല നഗരങ്ങളിലേക്കും രക്ഷപ്പെട്ടു. അപ്പോൾ ഇവരുടെ കൈകളിലായിരുന്നു പല അക്കാലത്ത് എഴുതിയുണ്ടാക്കിയ പല മാനുസ്ക്രിപ്റ്റ്സും, അന്നത്തെ പല ലിറ്റററി വർക്ക്സിൻ്റെ കയ്യെഴുത്ത് പ്രതികളും ഇവരുടെ കൈകളിലായിരുന്നു. ഇവരതും കൊണ്ട് ഇറ്റലിയിലെ പല നഗരങ്ങളിലേക്കും നീങ്ങി തുടങ്ങി. അങ്ങനെ മുമ്പ് മിഡീവൽ പീരീഡിൽ വിദ്യാഭ്യാസം എന്നുള്ളത് യൂണിവേഴ്സിറ്റിയിൽ മാത്രം ഒതുങ്ങി നിന്നതായിരുന്നു. പക്ഷേ പിന്നീട് അത് ലൈബ്രറിയിലും കൂടെ വ്യാപിച്ചു. കാരണം ലൈബ്രറീസിലും കിട്ടി? അറിവുകൾ ലഭിച്ചു തുടങ്ങി. അങ്ങനെ ഇറ്റലിയിലെ സമ്പത്തും അവിടുത്തെ രാഷ്ട്രീയ സ്വാതന്ത്ര്യവും ആർട്ടിനും
ലിറ്ററേച്ചറിനും വളർച്ചയ്ക്ക് കാരണമായ, അപ്പോൾ ആർട്ടിൻ്റെയും ലിറ്ററേച്ചറിൻ്റെയും വളർച്ചയ്ക്ക് കാരണമായ ഒരു ഘടകം കൂടിയായിരുന്നു തുർക്കികളുടെ ഈ കോൺസ്റ്റാന്റിനോപ്പിൾ ആക്രമണവും. കാരണം അവിടെ കൂടി നിന്ന വിദ്യാസമ്പന്നരായ പണ്ഡിതന്മാരാണ് ഇങ്ങോട്ട് നീങ്ങിയത്, ഇറ്റലിയിലെ പല നഗരങ്ങളിലേക്ക് നീങ്ങിയത്. അങ്ങനെയാണ് ഗ്രന്ഥാലയങ്ങളിലും പുതിയൊരു ഉണർവുണ്ടായത്. അങ്ങനെ ഇറ്റലി മുഴുവൻ ഒരു സാംസ്കാരികമായ രീതിയിൽ മുന്നോട്ട് വരികയും ഇൻ്റലക്ച്വൽ സ്ഫിയറിൽ കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ കാരണമാവുകയും ചെയ്തു. ഹ്യൂമൻ ബീയിങ്സ് അറ്റ് ദ സെൻറ്റർ, മനുഷ്യർ കേന്ദ്രമാകുന്നു. മിഡിൽ ഏജസിനെ കൂടുതലായി സ്വാധീനിച്ചിരുന്ന തത്വശാസ്ത്രമായിരുന്നു സ്കോളാസ്റ്റിസിസം. ഇത് ക്രൈസ്തവ മതചിന്തയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു തത്വശാസ്ത്രമാണ്, ഒരു ഫിലോസഫിയാണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ക്രിസ്ത്യൻ തിയോളജി. അപ്പോൾ ഈ ഒരു തിയോളജി പ്രകാരം ദൈവത്തിനും പരലോക ജീവിതത്തിനുമായിരുന്നു കൂടുതൽ ഊന്നൽ നൽകിയിരുന്നത്. ഇതിൽ നിന്ന് മാറി മനുഷ്യരും ഇഹലോകത്തിനും, അതായത് ഇവിടെ ജീവിക്കുക, യുക്തിചിന്ത, റാഷണലിസം, ഇതിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് നമ്മുടെ ഹ്യൂമനിസം എന്ന ആശയം രൂപപ്പെടുന്നത്. അപ്പോൾ മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്ന അവൻ്റെ ഉള്ളിലുള്ള അനന്യത, ഇമോഷൻസ്, അവന് കഴിവുകൾ, അതുപോലെ എഴുത്ത്, സംഭാഷണം എന്നീ കാര്യങ്ങൾ മാനവികവാദികൾ അഥവാ ഹ്യൂമനിസ്റ്റ് ചൂണ്ടിക്കാണിക്കുന്നു. ദൈവകേന്ദ്രീകൃതമായ കാഴ്ചപ്പാടിൽ നിന്ന് മനുഷ്യ കേന്ദ്രീകൃതമായ ഒരു കാഴ്ചപ്പാടിലേക്ക് മാറ്റം വരികയാണ്. ഇതാണ് ഹ്യൂമനിസം. വിയോജിപ്പുകൾക്കും വിമർശനങ്ങൾക്കും മാനവികതയിൽ സ്ഥാനം ലഭിച്ചു. അവർ മതത്തിൻ്റെ ആധിപത്യത്തെ ചോദ്യം ചെയ്തു. അപ്പം മതത്തിൻ്റെ ആധിപത്യത്തെ ചോദ്യം ചെയ്യാനുള്ള കാരണം എന്താണ്? അവർ കൂടുതൽ പ്രാധാന്യം നൽകിയത്, അതായത് മതങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത് ലൈഫ് ആഫ്റ്റർ ഡെത്തിനും അതുപോലെ ദൈവത്തിനുമായിരുന്നു. എന്നാൽ ഹ്യൂമനിസ്റ്റ് പ്രാധാന്യം നൽകുന്നത് ഈ ഇഹലോക ജീവിതത്തെക്കുറിച്ചും അതുപോലെ മനുഷ്യൻ്റെ ഇമോഷൻസ്, അവൻ്റെ കഴിവുകൾ എന്നിവയ്ക്കായിരുന്നു കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത്. അപ്പോൾ നമ്മളിവിടെ പഠിച്ച കാര്യം മിഡിൽ ഏജസിലെ സ്കോളാസ്റ്റിസിസം എന്ന ഫിലോസഫി എന്താണ്, ആ സ്കോളാസ്റ്റിസിസത്തിന് ശേഷം വന്നിട്ടുള്ള ഹ്യൂമനിസം എന്താണ്, ഹ്യൂമനിസത്തിൽ അതും രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നീ കാര്യങ്ങളാണ് ഇവിടെ നോക്കിയിട്ടുള്ളത്. അപ്പം പ്രധാന വ്യത്യാസം എന്താണ്? പ്രധാന വ്യത്യാസം റിലീജിയസ് ഡോഗ്മ അതുപോലെ ഡോമിനേഷനെ ഹ്യൂമനിസം ചോദ്യം ചെയ്തിരുന്നു. അപ്പം മതപരമായ അവരുടെ കാഴ്ചപ്പാടിനെ ചോദ്യം ചെയ്ത ഒന്നാണ് ഹ്യൂമനിസം. മതപരമായ കാര്യങ്ങളിൽ ദൈവത്തിന് കൂടുതൽ പ്രാധാന്യം, ലൈഫ് ആഫ്റ്റർ ഡെത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നതാണ് സ്കോളാസ്റ്റിസിസം. അപ്പോൾ ഇനി ഇതിൽ നിന്ന് എങ്ങനെ മനുഷ്യന്മാർ കൂടുതൽ മാറി, അതിന് കാരണം എന്താണ്? കാരണം അവർക്ക് കിട്ടിയ അറിവാണ്. അവർക്ക് എങ്ങനെയാണ് അറിവ് കിട്ടിയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് അറിവ് കിട്ടാൻ സഹായിച്ച ഒരാളാണ് അരിസ്റ്റോട്ടിൽ. ഒരു ഫിലോസഫറാണ്, തത്വചിന്തകനാണ് അരിസ്റ്റോട്ടിൽ. ആൻഷ്യൻ ഗ്രീസിൽ ജീവിച്ചിരുന്ന ഫിലോസഫറാണ് അരിസ്റ്റോട്ടിൽ. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ അതുപോലെ പിന്നീട് പല ഡിബേറ്റ്സിനും ചോദ്യം ചെയ്യലിനും കാരണമായി. അപ്പോൾ റിനൈസൻസ് പീരീഡിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ആശയങ്ങൾ ആരുടേതാണ്? അരിസ്റ്റോട്ടിലിൻ്റെതാണ്. അദ്ദേഹത്തിൻ്റെ വർക്കുകൾ, അദ്ദേഹം എഴുതി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ലാറ്റിൻ ഭാഷയിലും മറ്റ് പ്രാദേശിക ഭാഷകളിലും, അതായത് ഓരോരോ പ്രദേശത്ത് നിലനിന്നിരുന്ന ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. അപ്പം ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തതോടുകൂടി സാധാരണക്കാരായ ജനങ്ങളെല്ലാം തന്നെ ഈ ആശയങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പോൾ അത് അവരെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തു. ആൻഷ്യൻ ഗ്രീക്ക് റോമൻ സിവിലൈസേഷൻ്റെ പുനർജനിയാണ് റിനൈസൻസ് നമ്മൾ എന്ന് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ പുനർജനി എന്ന് നോക്കാം. ആൻഷ്യൻ ഗ്രീക്ക് ഗ്രന്ഥങ്ങൾ അക്കാലത്തെ ജനങ്ങൾ, അതായത് ഇറ്റലിയിലെ ജനങ്ങൾ വളരെ താല്പര്യത്തോടെയായിരുന്നു വായിച്ചിരുന്നത്. അവർ ഈ ആശയങ്ങൾ, അരിസ്റ്റോട്ടിലിൻ്റെ ആശയങ്ങളാണ് അന്ന് അറബികൾ യൂറോപ്പിൽ പ്രചരിപ്പിച്ചത്. അപ്പോൾ നമ്മുടെ ഹ്യൂമനിസ്റ്റ് എന്ത് ചെയ്തു? ഈ ആശയങ്ങളെല്ലാം തന്നെ അവരുടെ പ്രാദേശിക ഭാഷകളിൽ, അതായത് റീജിയണൽ ലാംഗ്വേജസിൽ എഴുതുകയും ഗ്രീക്ക് റോമൻ ശൈലിയിലുള്ള ചിത്രങ്ങൾ, ശില്പങ്ങൾ മുതലായവ നിർമ്മിക്കുകയും ചെയ്തു. അവർക്കുള്ള പ്രധാന പ്രചോദനം എന്താണെന്ന് നമ്മൾ പഠിച്ചതാണ്. എന്താണ്? ഗ്രീക്ക് റോമൻ സിവിലൈസേഷൻ ആയിരുന്നു. പക്ഷേ അവരുടെ കാഴ്ചപ്പാട് വ്യത്യസ്തമായിരുന്നു. ഗ്രീക്ക് റോമൻ കല ദൈവത്തിനെയും സമ്പന്നരെയും ഒക്കെയാണ് ചിത്രീകരിച്ചിരുന്നത്. അതിനെ വളരെ ഭംഗിയായി, വളരെ മനോഹരമായി ചിത്രീകരിച്ചിരുന്നെങ്കിൽ
നവോത്ഥാന കാലത്തെ അല്ലെങ്കിൽ റിനൈസൻസ് കാലത്തെ ഹ്യൂമനിസ്റ്റ് എന്താ ചെയ്തത്? ഈ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യമല്ല നൽകിയത്. പകരം മനുഷ്യൻ്റെ കേന്ദ്രീകൃതമായ കാര്യങ്ങൾ അല്ലെങ്കിൽ മനുഷ്യ കേന്ദ്രീകൃതമായ കാര്യങ്ങൾക്കായിരുന്നു അതിനെ വളരെ സ്വാഭാവികതയോടെ ചിത്രീകരിക്കാനാണ് അവർ ശ്രമിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ നവോത്ഥാന കാലത്തെ സൃഷ്ടികളെല്ലാം തന്നെ അല്ലെങ്കിൽ എഴുതപ്പെട്ടതും വരയ്ക്കപ്പെട്ടതുമായ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു മാറ്റം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഈ മാറ്റങ്ങളെയാണ് നവോത്ഥാനം ചൂണ്ടിക്കാണിക്കുന്നത്. മിഡീവൽ പീരീഡിലെയും റിനൈസൻസ് പീരീഡിലെയും പിക്ചേഴ്സാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. ആ പിക്ചേഴ്സ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. അതിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ പിക്ചറിൽ അവിടെ കുറേ മാലാഖമാരും ഒരു കുഞ്ഞിനെയും ഒക്കെയാണ് കാണാൻ കഴിയുന്നത്. അതേ കാര്യം തന്നെയാണ് അടുത്ത പിക്ചറിലും കൊടുത്തിട്ടുള്ളത്. പക്ഷേ അവിടെ വ്യത്യസ്തത എന്താ വെച്ചാൽ അത് സാധാരണക്കാരായ ഒരമ്മയും കുഞ്ഞും ആണ് അവിടെ പിക്ചറിലുള്ളത്. അതിനെ വളരെ മനോഹരമായി ആ ശരീര ഭാഷ അവിടെ വളരെ വ്യക്തമായി, ആ സൗന്ദര്യം അവിടെ വളരെ വ്യക്തമായി നൽകിയിട്ടുണ്ട്. അതുപോലെ കളേഴ്സൊക്കെ അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് വളരെ എന്താ പറയുക, അതിൻ്റെ സ്വാഭാവികമായ രീതിയിലുള്ള ഒരു പ്രയോഗമാണുള്ളത്. വളരെ നേച്ചുറൽ ആയിട്ട് തന്നെയാണ് അവിടെ ആ ചിത്രം നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ റിനൈസൻസ് പീരീഡിലെ ചിത്രങ്ങൾ അതുപോലെ ശില്പകല മുതലായ കാര്യങ്ങളെല്ലാം വളരെയധികം മാറ്റങ്ങൾക്ക് അല്ലെങ്കിൽ അവയിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായി എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മുമ്പ് നമ്മൾ പഠിച്ചതാണ് ഫ്ലോറൻസിലെ ഒരു എന്താ പറയുക സമ്പന്ന കുടുംബത്തെക്കുറിച്ചൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഫ്ലോറൻസ് നഗരമായിരുന്നു, ഇറ്റലിയിലെ ഫ്ലോറൻസ് ആയിരുന്നു റിനൈസൻസിൻ്റെ പ്രധാന സെൻറ്റർ.